ഞാൻ ഈ അനീമി കാണുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ കളിയാക്കാറുണ്ട്, നിനക്ക് ഈ കാർട്ടൂൺ പരിപാടിയൊക്കെ നിർത്തിക്കൂടെ എന്നൊക്കെ. പക്ഷെ പണ്ട് ഒരുപാട് കാർട്ടൂണൊക്കെ കണ്ടിട്ടുണ്ട്. പണ്ട് ദൂരദർശനി വരുന്ന കാട്ടിലെ കണ്ണൻ തൊട്ട് കാണുന്നതാണ്. അതിനുശേഷം എന്തോരം കാർട്ടൂൺ, ഉള്ള കാർട്ടൂൺ എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കാർട്ടൂണും അനീമിയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ രീതിയിൽ തന്നെയല്ലോ നമ്മൾ കാണുന്നത്. പക്ഷേ അനീമി എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, അനീമി എന്ന് വെച്ചാൽ ജപ്പാൻകാർ പടച്ചു വിടുന്ന ഒരു സാധനമാണ് ഈ അനീമി എന്ന് പറഞ്ഞാൽ. അവരുടെ മാങ്കയെ അടിസ്ഥാനമാക്കി അവർ ഈ കാർട്ടൂൺ ആനിമേഷൻ ചെയ്ത് വിടുന്നത്, അതിനാണ് നമ്മൾ അനീമി എന്ന് പറയുന്നത്. കാരണം മറ്റുള്ള കാർട്ടൂണുകളെപ്പോലെ കണ്ട് തള്ളിക്കളയാനുള്ളൊരു സെറ്റപ്പ് അല്ല സത്യം പറഞ്ഞാൽ അനീമി ഉണ്ടാക്കി വെക്കുന്നത്. കാരണം അവരുടെ അനീമയിൽ ഒരു ക്യാരക്ടർ ഉണ്ടാകും, അത് കറക്റ്റ് ഹ്യൂമൻ, അവരുടെ ഫീലിങ്സ്, അവരുടെ ജീവിതമൊക്കെ കറക്റ്റ് കോർത്തിണക്കിയായിരിക്കും അവർ കൊണ്ടുപോകുന്നത്. ഇത് നമ്മുടെ ജെൻസി പ്രക്ഷോഭങ്ങൾക്കിടയിലൊക്കെ സ്ട്രോഹൽ ലൂഫിയുടെ ഫ്ലാഗൊക്കെ ഉയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രത്തോളം ഇമ്പാക്റ്റാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. വേറൊന്നും കൊണ്ടല്ല, അതിലെ പ്രധാന ഹീറോസിൻ്റെയൊക്കെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് എല്ലാം സീറോയിൽ നിന്നാണ്. അവരവിടുന്ന് വെട്ടി തുടങ്ങിയാണ്. അവർക്ക് സൊസൈറ്റി അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, പിന്നെ അവർക്ക് ടാലൻ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ തള്ളിക്കളയുന്നവരാണ് എല്ലാ പ്രതിസന്ധികളെ നേരിട്ട് അവരുടെ സ്വപ്നത്തിലേക്ക്, അവർക്കെല്ലാവർക്കും ഒരു സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തിലേക്ക് അവരെന്ത് വില കൊടുത്തും എത്തും. അവരുടെ ആ ജേണിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും ഇൻസ്പയർ ചെയ്യുന്നത്. പിന്നെ വില്ലന്മാർക്ക് വരെ ഫാനുള്ള ഒരു സംഭവമാണ് ഈ അനീമി ഉണ്ടാക്കുന്നത്. കാരണം അവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, വളരെ പെയിൻഫുള്ളായൊരു ഫ്ലാഷ് ബാക്ക്. അതിൽ നമ്മൾ വീണു പോകും. കാരണം ഒരുത്തന് ഹീറോ ആകണോ വില്ലനാകണോ എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പെയിൻ അടിസ്ഥാനമൊക്കെയാണ്. ചിലർ ഹീറോയിലോട്ട് മാറും, ചിലർ എല്ലാത്തിനും നെഗറ്റീവായിട്ട് വില്ലനിലോട്ട് പോകും. എന്നാലും നമ്മൾ ആ വില്ലന്മാരെ വരെ നമ്മൾ ഫാൻ ബേസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെ അതുകൂടാതെ പറയുന്നത് ഡീപ്പ് ലൈഫ് ലെസൺസാണ് ഈ അനീമി നമുക്ക് തരുന്നത്. ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ലോയൽറ്റി ആയിക്കോട്ടെ, സാക്രിഫൈസ് ആയിക്കോട്ടെ, പെയിൻ ആയിക്കോട്ടെ, ഗ്രോത്ത് ആയിക്കോട്ടെ, ട്രോമ ഹീലിംഗ് ആയിക്കോട്ടെ, ഹോപ്പ് ഇൻ ഡാർക്ക് ആയിക്കോട്ടെ, എല്ലാം വളരെ ഡീപ്പായിട്ടാണ് ഇതിനകത്ത് ചെയ്തു വച്ചേക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അനീമി ഇന്നത്തെ തലമുറയല്ല, ഇനി എത്ര തലമുറ ഉണ്ടോ അവരെല്ലാം സ്വാധീനിക്കാൻ പോകുന്ന